സൂഫിസത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഭയങ്കര എക്സ്ട്രീം സൂഫികൾ നമ്മൾ കാണും. അതായത് സൂഫികൾ എന്ന് പറയുന്നവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എക്സ്ട്രീം സൂഫികളുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കലന്തരികൾ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ്റെ ചരിത്രത്തിലൊക്കെ ഉണ്ടായപ്പോൾ ഈ ദർവേഷുമാരെന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും സന്യാസിമാരാണ്. അവരെന്താ വെച്ചാൽ ഉമ്മാനെ ഉപേക്ഷിക്കും, ബാപ്പാനെ ഉപേക്ഷിക്കും, പിന്നെ കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ ഭാര്യനെ ഉപേക്ഷിക്കും, മക്കളെ ഉപേക്ഷിക്കും, എല്ലാത്തരം കുടുംബ ബന്ധങ്ങളും അറുത്തു മാറ്റും. എന്നിട്ട് അവർ സ്വതന്ത്രരാകും. എന്നിട്ട് പഠിച്ചവന് വേണ്ടി അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ആ തെരുവിലേക്ക് ഇറങ്ങി അവർ ചിലപ്പോൾ കുളിക്കൂല, ഡ്രസ്സ് മാറ്റൂല, അവർ മുടി വളർത്തും, താടി വളർത്തും, കഞ്ചാവ് ഉപയോഗിക്കും, ബാങ്ക് ഉപയോഗിക്കും, പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കും. അവരുടെ ശരീരത്തിലൊക്കെ പലതരത്തിലുള്ള ഇരുമ്പ് വളയങ്ങളും മറ്റൊക്കെ കോർത്തിട്ടിട്ടുണ്ടാവും. അവർക്ക് നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, വേറെ ദീനിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. അവർ കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ ഏതെങ്കിലും കള്ളുഷാപ്പിലായിരിക്കും, ചിലപ്പോൾ വ്യഭിചാരപ്പുരകളിലായിരിക്കും, ചിലപ്പോൾ സൂഫി കാൻകാഹുകളിലായിരിക്കും, ചിലപ്പോൾ ദർഗകളുടെ പരിസരങ്ങളിലായിരിക്കും. അവരിങ്ങനെ പലതും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടാവും. അവർ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിച്ചിട്ടായിരിക്കും. ഇതാണ് ആത്മീയ ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതാണ് ഇവർ ഈ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന സാധനം. അത് അവർക്ക് ഭ്രാന്തൊന്നുമല്ല, പക്ഷെ ആൾക്കാരെ കാഴ്ചയിൽ ഇവർക്ക് ഭ്രാന്തായിരിക്കും. അവർ ഇങ്ങനെ വളരെ ക്രിപ്റ്റിക്കായ ചില വാചകങ്ങളൊക്കെ അവരിങ്ങനെ ഉരുവിടും. അപ്പോൾ അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ സൂഫി ഇന്നർ സർക്കിളുകളിൽ മാത്രമേ അറിയുള്ളൂ, നാട്ടുകാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നാട്ടുകാർ ഇവർക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നതാണെന്ന് പറയുക. ഇവരിങ്ങനെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് സൂഫി സർക്കിളുകളിൽ പഠിപ്പിക്കപ്പെടുന്നതനുസരിച്ച് നമ്മൾ കേട്ടാൽ അത് മഖ്ദൂമുമാർക്കും അംഗീകരിക്കാൻ കഴിയില്ല, മമ്പുറം തങ്ങന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല, സമസ്തന്റെ പണ്ഡിതന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ശരിയ എന്ന് പറയുന്നൊരു സംഭവത്തിന് പൂർണ്ണമായി ക്യാൻസൽ ചെയ്യുന്ന, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഞാൻ പറയൊരു പുക സൂഫീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണത്. അത് ഈ കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒരു ലഹരിയിലൊക്കെ ഇങ്ങനെ നടക്കണേ നമ്മൾ ഹിപ്പികളുടെയൊക്കെ ഒരു ആത്മീയ വേർഷൻ, അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത്. അത് കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം മുസ്ലിം ഓർഗനൈസേഷനും അതിനെ അംഗീകരിക്കാൻ കഴിയൂല. ഇപ്പോൾ കേരളത്തിലുണ്ടായ കുറേ ത്വരീക്കകളെ, ആ ത്വരീക്കകളെ സമസ്ത എതിർത്തിട്ടുണ്ടല്ലോ. ഒരു കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ത്വരീക്കത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ത്വരീക്കത്തുകൾ എതിർത്താണ്. അതായത് മലബാറിലുണ്ടായ തസവൂഫിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നതും ഉത്തരേന്ത്യയിലുണ്ടായ തസവൂഫിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്.